ഇന്ത്യ സഖ്യത്തിൽ കടുത്ത നിലപാടുമായി സിപിഎം ബി.ജെ.പി ഡീലെന്ന കോൺഗ്രസ് ആരോപണത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സിപിഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി കത്തെഴുതി. വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രസക്തി നഷ്ടമാകുമെന്നും സിപിഎം ജനറൽ സെക്രട്ടറി ഓർമ്മിപ്പിക്കുന്നു. കത്തിന്റെ പകർപ്പ് ഇന്ത്യ സഖ്യത്തിലെ മറ്റു നേതാക്കൾക്കും എം.എ. ബേബി കൈമാറിയിരിക്കുകയാണ്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണിയുടെ തന്നെ ആശയത്തെ ചോദ്യം ചെയ്യുന്നതാണ്. ഇവിടെ സിപിഎം ബി.ജെ.പി ഡീൽ എന്നുള്ള ഒരു ആരോപണം വരുമ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ സിപിഎം ജനറൽ സെക്രട്ടറി ഉയർത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് മനസ്സിലാകുന്നു. എങ്ങനെ ഈ വിഷയം ഇന്ത്യ മുന്നണി അഡ്രസ് ചെയ്യും? മല്ലികാർജ്ജുൻ ഖാർഗെ തിങ്കളാഴ്ച ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ചേരാനിരിക്കെയാണ് സിപിഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി ഇപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് ഒരു അസാധാരണമായ കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്തിലാണ് കഴിഞ്ഞ കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ കേരളത്തിൽ പ്രചരണത്തിന് നടക്കുമ്പോൾ ഈ കോൺഗ്രസ് സിപിഎം ബി.ജെ.പി ഡീലെന്നും പിണറായി വിജയൻ നരേന്ദ്രമോദിയുമായി ഡീൽ ഉണ്ടാക്കി എന്നുമൊക്കെ ഉള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ഇ.ഡി അറസ്റ്റ് ചെയ്യാത്തത് തുടങ്ങിയ ചോദ്യങ്ങളും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഇതിനെ വളരെ ലളിതമായി കാണാൻ വേണ്ടി കഴിയില്ല എന്നാണ് ഇപ്പോൾ എം.എ. ബേബി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ അയച്ചിരിക്കുന്ന കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തിയ ആരോപണമായി ഇതിനെ കാണാൻ വേണ്ടി കഴിയില്ല, മറിച്ച് കോൺഗ്രസ് നടത്തിയ ആസൂത്രിത ആരോപണം എന്നാണ് ഇതിൽ എം.എ. ബേബി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുക വഴി സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കുക എന്നൊരു ലക്ഷ്യം കൂടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ 2023 ഇന്ത്യ സഖ്യം ഉണ്ടായത് മുതൽ ആ സഖ്യത്തിന്റെ നെടുംതൂണായി പ്രവർത്തിച്ച ഒരു പാർട്ടിയാണ് സിപിഎം എന്നാണ് കോൺഗ്രസ് ബേബി ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആരോപണത്തെ സംബന്ധിച്ച് വ്യക്തത വരുത്താൻ എന്നാണ് മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് നൽകിയിരിക്കുന്ന കത്തിൽ എം.എ. ബേബി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ വ്യക്തത വരുത്താതിരുന്നാൽ അത് ഇന്ത്യ സഖ്യത്തിന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും സുപ്രധാനമായ കാര്യം, സാധാരണ ഇത്തരത്തിലൊരു കത്ത് ഈ കോൺഗ്രസ് അധ്യക്ഷനെ അയക്കുന്ന ഒരു കത്തിന്റെ പകർപ്പ് ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾക്ക് കൈമാറേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ ഈ കത്തിന്റെ പകർപ്പ് എം.എ. ബേബി ഇന്ത്യ സഖ്യത്തിലെ എല്ലാ കക്ഷി നേതാക്കൾക്കും കൈമാറിയിട്ടുണ്ട്. പ്രസക്തമായിട്ടുള്ള കാര്യം, തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം അറിയാം. അവിടെ DMK പുതിയ സർക്കാർ, TVK സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് DMKയിൽ നിന്ന് കോൺഗ്രസ് ഈ സർക്കാരിന്റെ ഭാഗമായതിനെതിരെ സ്റ്റാലിൻ ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങളുണ്ട്. ഒപ്പം തന്നെ EDയുടെ കേരളത്തിൽ പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയത്തും സ്റ്റാലിൻ സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു, ഓർമ്മപ്പെടുത്തൽ നടത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും DMKയും CPMഉം ഒക്കെ ഇങ്ങനൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഇനി ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി എങ്ങനെയാകും? ഇന്ത്യ സഖ്യത്തിൽ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ കോൺഗ്രസ് നടത്തിയ വഞ്ചനയുടെ പേരിൽ DMK ആ സഖ്യത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് എം.എ. ബേബിയുടെ കത്ത് ഇന്ന് ഈ ഇന്ത്യ സഖ്യത്തിലെ പല നേതാക്കൾക്കും ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനു പുറമെ ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള JMM ഇപ്പോൾ കോൺഗ്രസുമായി ഇടഞ്ഞിരിക്കുകയാണ്. അവിടെ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനമാണ്. ഈ JMMമായി കൂടിയാലോചന നടത്താതെ കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിലുള്ള അമർഷത്തിലാണ് ഷിബു സോറൻ. അങ്ങനെ ജാർഖണ്ഡിലും ഇന്ത്യ സഖ്യത്തിനിടയിൽ വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ തിങ്കളാഴ്ച നടക്കുന്ന യോഗത്തിന് മുന്നോടിയായിട്ടാണ് ഇത്തരം ഒരു കത്ത് ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് കൈമാറുന്നത്. ഈ വിഷയം തിങ്കളാഴ്ചത്തെ യോഗത്തിലും ഒരുപക്ഷെ അതിശക്തമായ രീതിയിൽ, കാരണം യോഗത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക തീരുമാനം CPM എടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പക്ഷെ അങ്ങനെ പങ്കെടുക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും മല്ലികാർജ്ജുന ഖാർഗെയുടെയും ഈ കേരളത്തിലെ CPM BJP ഡീൽ വിഷയത്തിൽ അത്തരമായ ആരോപണത്തെ അതിശക്തമായി എതിർക്കുവാൻ തന്നെയാണ് ഇപ്പോൾ ഇടതു പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. രാജ്യത്താകെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ച് നടത്തിയിട്ടുള്ള ഒരു ചരിത്ര മൂവ്മെന്റ് തന്നെയായിരുന്നു, നീക്കം തന്നെയായിരുന്നു ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത്. നിലവിലിപ്പോൾ കോൺഗ്രസിനെതിരെ DMKയും CPMഉം ഒക്കെ രംഗത്തെത്തുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി എന്ത് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായ ചോദ്യം.